ഇപ്പോൾ ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാമോ ലിഷോയ്? 57 മൃതദേഹങ്ങൾ നിലവിൽ ഇവിടെയുണ്ട്. ഇന്നലെയാണ് 57 മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ അന്തിമഘട്ടത്തിലാണ്. എല്ലാ മൃതദേഹങ്ങളും ഇടതടവില്ലാതെ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ബന്ധുക്കളെയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരെയും ഒരുപോലെ ത്തുന്ന സങ്കടത്തിലാഴ്ത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പോലും കഴിയാത്ത അത്രയ്ക്ക് ശരീരഭാഗങ്ങൾ വേർപെട്ട നിലയിലാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആകെ 31 മൃതദേഹങ്ങളാണ് പൂർണ്ണമായും ലഭിച്ചിട്ടുള്ളത്. ബാക്കി 23 മൃതദേഹങ്ങളോളം ഈ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമായാണ് ലഭ്യമായിട്ടുള്ളത്. ഈ കണ്ടെത്തിയ ആളുകളെയെല്ലാം തന്നെ ഇതുവരേക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 57 മൃതദേഹങ്ങളിൽ 2 പേരുടെ മൃതദേഹം മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരാളുടെ ബന്ധുക്കൾ ഇന്നലെ തിരിച്ചറിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ എത്തി കണ്ടപ്പോൾ അത് തൻ്റെ ഭർത്താവല്ല എന്ന് തിരിച്ചറിയുകയും അങ്ങനെ അദ്ദേഹമല്ല എന്ന് ഒരു വിലയിരുത്തലിലേക്ക് എത്തുകയും ചെയ്തു. 2 മൃതദേഹം തിരിച്ചറിഞ്ഞത് 2ഉം കുട്ടികളുടേതാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. 15ഉം 12ഉം വയസ്സുള്ള കുട്ടികളുടേതാണ് 2 മൃതദേഹങ്ങൾ. ഇന്നലെ നമ്മളോട് സംസാരിച്ചിരുന്നു സിയാനൂറിൻ്റെ ബന്ധുക്കളാണ് ഇന്നലെ നമ്മളോട് സംസാരിച്ചത്. രാത്രി ഏറെ വൈകിയും അവർ ഈ ആശുപത്രിയിലുണ്ടായിരുന്നു. ആ സമയത്ത് മൃതദേഹം വിട്ടു നൽകിയിരുന്നില്ല. ഇപ്പോൾ മൃതദേഹം അവർക്ക് വിട്ടു നൽകുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കി വിട്ടു നൽകിയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ചൂരൽമലയിലുള്ള മിൻഹ ഫാത്തിമ സക്കീറാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞ രണ്ടാമത്തെ കുട്ടി. അങ്ങനെ ഈ 2 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഈ പോത്തുകല്ലിൽ ഒഴുകിയെത്തുന്ന ചാലിയാറിലേക്ക് ഒഴുകിയെത്തുന്ന മൃതദേഹങ്ങൾ അത് കരയ്ക്കെത്തിക്കുന്നതിന് വേണ്ടിയും അത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനുമെല്ലാമായുള്ള നടപടികൾ രക്ഷാപ്രവർത്തകർ അവിടെ നടത്തുന്നുണ്ട്. വളരെയധികം കിലോമീറ്ററുകൾ വനത്തിലൂടെയും അതുപോലെ തന്നെ